നമസ്കാരം. പി വി അൻവറിനെ പോലൊരു ഗതികെട്ട ജന്മം കേരള രാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടാവില്ല. രാജാവാണ്, മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് നാട് നീളെ നടന്ന് തള്ളിയിട്ട് ഇപ്പോൾ അനാഥനായി പുറത്താക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. പിണറായി വിജയൻ്റെ ഉച്ഛിഷ്ടം തിന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് തൻ്റെ പിതാവിനെ പോലെയാണ് പിണറായി എന്ന് പറഞ്ഞ് പിണറായി മഹാനാണ് എന്ന് സ്തുതിച്ചുകൊണ്ട് സൈബർ ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുത്ത അൻവർ ഒരു സുപ്രഭാതത്തിൽ മറുനാടൻ്റെ വാക്ക് കടമെടുത്ത് പിണറായിസം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയത് തൻ്റെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും അഹങ്കാരവും അഴിമതിയുമൊക്കെ പരിധി കടന്നപ്പോൾ സാക്ഷാൽ പിണറായിക്ക് പോലും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോഴാണ്. വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുക, ആരെക്കുറിച്ചും എന്തു വൃത്തികേടും പറയുക, ആരെയും തല്ലുമെന്ന് പ്രഖ്യാപിക്കുക, പച്ചവർഗീയത വിളിച്ചു പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുക, എല്ലാ തരത്തിലുള്ള അഴിമതികളും തട്ടിപ്പുകളും നടത്തുക, ഇങ്ങനെ പൊതുപ്രവർത്തനത്തെ മലീമസമാക്കിയ പി വി അൻവർ CPM വിട്ട് പുറത്തേക്ക് പോരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് ആഭ്യന്തരമന്ത്രി പദവിയായിരുന്നു. തന്നെ ആഭ്യന്തരമന്ത്രിയാക്കണം, കുറഞ്ഞത് 3 സീറ്റ് തരണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് അൻവർ പുറത്തേക്ക് വന്നത്. എന്നിട്ട് DNK എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി. അത് ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ മമതാ ബാനർജിയെ പോയി കണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള കൺവീനറായി മാറുന്നു. ഏറെ വൈകാതെ തന്നെ മമതാ ബാനർജിക്കും പാർട്ടിക്കും പിടികിട്ടി ഇയാളൊരു പാഴ് ജന്മമാണെന്ന്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി ചിഹ്നം പോലും നൽകിയില്ല. സ്വതന്ത്രൻ എന്ന നിലയിലാണ് അൻവർ മത്സരിച്ചത്. ഓർക്കണം, ആഭ്യന്തരമന്ത്രി വേണം, 3 മന്ത്രി വേണം എന്നൊക്കെ പറഞ്ഞ അൻവറിനെ താൻ ഒഴിഞ്ഞുകൊടുത്ത നിലമ്പൂർ പോലും കിട്ടിയില്ല. ചോദിച്ച ഒരു മണ്ഡലവും കിട്ടിയില്ല. തവനൂരോ പട്ടാമ്പിയോ തിരുവമ്പാടിയോ ഒക്കെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ കിട്ടിയത് ഒരു കാലത്തും കോൺഗ്രസ് പാർട്ടി ജയിക്കാത്ത ബേപ്പൂരാണ്. ആ ബേപ്പൂരിൽ ജയിക്കുമോ എന്ന് കണ്ടറിയണം. ഇനി ജയിച്ചാലും അൻവറെ അടുപ്പിക്കില്ല എന്നതിൻ്റെ സൂചനയാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. അൻവർ ഒരു കള്ളനാണെന്നും ഫ്രോഡാണെന്നും മാനസിക രോഗത്തിന് ചികിത്സിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി രംഗത്ത് വന്നത്. മലയാളി കൂടിയായ ശിവദാസൻ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി അൻവർ മമതയോട് കള്ളം പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസിൽ കടന്നുകൂടിയതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു പറയുന്നു. 20 ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കും, 200 അംഗങ്ങളെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാണ് അൻവർ കൂടെ കൂടിയത്. മാത്രമല്ല, നിലവിലുള്ള നിരവധി MLA-മാരടക്കം, അതായത് കുട്ടനാട്ടിലെ തോമസ് കെ തോമസ്, കായംകുളത്തെ U പ്രതിഭ, അമ്പലപ്പുഴയിലെ സുധാകരൻ, KP മോഹനൻ, KK രമ, ഷൈൻ ടീച്ചർ, കാരാട്ട് റസാക്ക്, TK നൌഷാദ്, AV ഗോപിനാഥ്, CK പത്മനാഭൻ, ജോസ് K ബേബി, ഹുസൈൻ രണ്ടത്താണി, C ദിവാകരൻ, A അസീസ്, ഷിബു ബേബി ജോൺ, തോമസ് ചാഴിക്കാടൻ, KK ഷാജു, സുരേഷ് കുറുപ്പ്, PC തോമസ് തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക പാർട്ടി നേതാക്കളും തൻ്റെ പാർട്ടിയിലേക്ക് വരും എന്ന് പറഞ്ഞാണ് അൻവർ മമതയുടെ കൂടെ കൂടിയത് എന്ന് വ്യക്തമാക്കുകയും അൻവർ കൊടുത്ത ആ നാണം കെട്ട കത്ത് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. ആ കത്തിൽ എണ്ണി പറയുന്നത് താൻ ഈ നാട്ടിലൊരു മഹാസംഭവമാണെന്നും തൻ്റെ കൂടെ കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളും ഒരുമിക്കാൻ പോകുന്നു എന്നൊക്കെയാണ്. അൻവർ തുടർച്ചയായി പറയുന്ന പച്ചക്കള്ളങ്ങളുടെ തുടർച്ചയായാണ് ഈ കത്തും ഇപ്പോൾ പുറത്തു വരുന്നത്. അൻവറിൻ്റെ കള്ളത്തരങ്ങളെക്കുറിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറി ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന് കുറച്ച് ന്യൂസ് കേരളത്തിൽ നിന്ന് കേട്ടിരുന്നു. പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെന്ന്. ഈ പി വി അൻവർ കുറച്ച് ദിവസം മുമ്പേ കേരളത്തിൽ ഞാൻ പോയ സമയത്ത് എൻ്റെ വീട്ടിൽ ഇടപാട് വന്നിരുന്നു. വന്ന് മമതാ ബാനർജിനെ കാണണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. മമതാ ബാനർജിക്ക് കൊടുക്കാൻ അപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. ഈ അപ്ലിക്കേഷനിൽ ഒരുപാട് MP-മാരുടെയും ഒരുപാട് MLA-മാരുടെയും ഒരുപാട് MP-മാരും ഒരുപാട് MLA-മാരും ഒരുപാട് CPM-ൻ്റെ ലീഡർമാരും പേര് അതിൽ മുമ്പ് കൊടുത്തിരുന്നു. എൻ്റെ ഒപ്പം തൃണമൂൽ കോൺഗ്രസ് ജോയിൻ ചെയ്യുന്നു. പക്ഷേ എന്നോട് പാർട്ടി നേതൃത്വം പറഞ്ഞു, ദാസു കേരളത്തിൽ പോയിട്ട് ഇതിനെ അന്വേഷിച്ച് നോക്കാൻ വേണ്ടി. ഞാൻ അൻവറിൻ്റെ ലെറ്റർ എടുത്ത് കേരളത്തിൽ പോയി അതിൽ എഴുതിയിരുന്ന കുറച്ച് ആൾക്കാരുടെ പേരിൽ ഞാൻ അന്വേഷിച്ച് നോക്കി. അപ്പോൾ അവർക്ക് ആർക്കും ഇതിനെ പറ്റിയിട്ട് യാതൊന്നും അറിയില്ല. അൻവർ ഇങ്ങനെ അവൻ്റെ സ്വന്തമായിട്ട് എഴുതി കൂട്ടിയതാണ് അതെല്ലാം. ഇവരെല്ലാം എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നു. ഈ അൻവറിന് പൊളിറ്റിക്കൽ ഒരു സ്ഥിരതയില്ല. ഇയാൾ CPM-ലുള്ള സമയത്ത് എങ്ങനെയായിരുന്നു, ഇന്ന് കോൺഗ്രസ്സിൽ വന്നിട്ട് ഇന്ന് എന്താ സ്ഥിതി? ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു ടിക്കറ്റ് കിട്ടി, അയാൾ മത്സരിക്കണം റിയാസിനെ എഗ്നീസ്റ്റായിട്ട്. പക്ഷേ ഇയാൾ ഒരിക്കലും ജയിക്കില്ല. ഇയാളുടെ പൊളിറ്റിക്സിന് ഒരു
ലൈഫില്ല അയാളുടെ പോളിറ്റിക്സിന്. ഇന്ത്യയിൽ പറയും ഒരു സ്ഥിരത ഇല്ല അയാൾക്ക്. ഇയാൾ ഇന്ന് പറയണതെല്ലാം നാളെ പറയാം. ഇയാളൊരു അധികാര മൂല്യമാണ്. ഇയാൾ ഏത് പാർട്ടിയിലാണ് പോകുന്നത് ആ പാർട്ടി ഫിനിഷാവും. ഇന്ന് കോൺഗ്രസിൽ പോയിട്ട് കോൺഗ്രസ് നാളെ ഫിനിഷാവും. ഇയാൾക്ക് അധികാരമില്ലാതെ ഇയാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു ഫ്രോഡ് ആളാണ് ഇയാൾ. ഞാൻ ഇയാൾക്ക് എഴുതിയുള്ള ലെറ്റർ നിങ്ങൾക്ക്, ഇയാൾ മമതാ ബാനർജിക്ക് എഴുതി തന്ന ലെറ്റർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ലെറ്റർ മമതയുടെ പേരിൽ തന്നിരുന്നു. ആ ലെറ്റർ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ നോക്കി നിങ്ങൾ എത്ര ആൾക്കാരുടെ പേരാണ് അയാൾ കൊടുത്തിട്ടുള്ളത്, എത്ര എക്സ് എം പിമാരെ, എത്ര എക്സ് എം എൽ എമാരെ, സിറ്റിംഗ് എം എൽ എയുടെ പേരും കൂടി അയാൾ കൊടുത്തു. അങ്ങനത്തെ ഒരു ഫ്രോഡ് ആളാണ് ഈ അൻവർ. ഇയാളെ വെച്ചിട്ട് തൃണമൂൽ കോൺഗ്രസിന് മനസ്സിലായി ഇയാളൊരു ഫ്രോഡാണ്. ഇയാളെ വെച്ചിട്ട് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ വളർത്താൻ പറ്റില്ല. അത് കാരണം ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാക്കിംഗ് അയാൾക്ക് കൊടുത്തിരുന്നെല്ലാം ബാക്കിംഗ് ഞങ്ങളുടെ സീനിയർ ലീഡർഷിപ്പ് നിർത്തിവെച്ചു. ഇപ്പോൾ അയാൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത സ്ഥിതിയായി. കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കുന്നു. വലിയ വലിയ ഡയലോഗ് CPM എഗ്നിസ്റ്റായിട്ടും തൃണമൂലിൻ്റെ എഗ്നിസ്റ്റായിട്ടും അയാൾ പറയണു. അയാൾക്ക് ഒരു പദവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അയാൾ ഈ ഇലക്ഷൻ ജയിക്കില്ല. അയാളൊരു സ്റ്റാൻഡില്ല പോളിറ്റിക്സിൽ. അയാളെ പോലത്തെ ഒരു ഫ്രോഡ് ആളെന്നെ ഞങ്ങൾ ഇന്നവരെ കണ്ടിട്ടില്ല പോളിറ്റിക്സിൽ. അയാൾ നിലമ്പൂരിലെ ഇലക്ഷനിൽ പറഞ്ഞിരുന്നു എന്നെ ഹോം മിനിസ്റ്റർ ആക്കണം, ഇന്നെ ആ മിനിസ്റ്റർ ആക്കണം, ഈ മിനിസ്റ്റർ ആക്കണം. എന്ത് തമാശയാണോ ഇയാൾ പറയുന്നത്? ആൾക്കാർ ഇയാളെ വിചാരിക്കുന്നത് എന്താ, കേരളത്തിലും പുറത്തുള്ള രാജ്യങ്ങളിൽ ഇയാളെ പറ്റി അറിയുന്നവരെന്താ പറയണമെന്നറിയോ? ഇയാൾ തല ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ഇയാൾക്ക് ഭ്രാന്താണ്. ഇയാൾ നല്ലൊരു മാനസിക ഡോക്ടറിനെ പോയി കാണിക്കാൻ വേണ്ടി ഇയാൾക്ക് അതിനുള്ള ചികിത്സയാണ് നടത്തുന്നത്. ഇയാൾ ഒരിക്കലും ഒരു സ്റ്റേബിൾ പോളിറ്റിക്സ് ചെയ്യാനുള്ള ആളല്ല. അതിനുള്ള ലൈഫ് ചെയ്യാറില്ല. അപ്പോൾ ഇയാൾ പോയാൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഒരു പ്രോബ്ലവുമില്ല. തൃണമൂൽ കോൺഗ്രസ് പവർഫുൾ പാർട്ടിയാണ് വെസ്റ്റ് ബംഗാളിൽ. തൃണമൂൽ ഇയാളുടെ അടുത്ത് പോയില്ല. ഇയാൾ തൃണമൂലിക്ക് ജോയിൻ ചെയ്യാൻ വന്നതാണ്. ഇതിനു മുമ്പ് ഇയാൾ DMK പാർട്ടിയിൽ പോയല്ലോ. DMKയും ഇയാൾ വിട്ടു. ഇന്ന് തൃണമൂലും ഇയാൾ വിടുന്നു. നാളെ കോൺഗ്രസിനെയും തെറി വിളിക്കും. ഇതിനു മുമ്പത്തെ തെറി വിളിച്ചിരുന്നു. സതീശനെ തെറി വിളിച്ചിരുന്നു, കോൺഗ്രസ് ലീഡർഷിപ്പിനെ തെറി വിളിച്ചിരുന്നു. ഇനി നാളെ ഇയാളെ ഇലക്ഷൻ തോൽക്കി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ തെറി വിളിക്കാൻ തുടങ്ങും. അത് കാരണം ഇയാൾക്ക് നല്ലൊരു ഡോക്ടറെ പോയി കാട്ടുക വേണ്ട, നല്ലൊരു ചികിത്സ ഇയാൾക്ക് നടത്തുക വേണ്ട. പോളിറ്റിക്സ് ഇയാൾക്ക് സൂട്ടാവില്ല. ഇയാൾ കുറച്ച് ദിവസം മീഡിയയിൽ ഹൈലൈറ്റ് ആവാൻ വേണ്ടി വായ തോന്നിയെല്ലാം പറയണം. ഞാൻ ഇത്രേ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ അൻവറിനെ തൃണമൂൽ കോൺഗ്രസും ഒഴിവാക്കിയിരിക്കുന്നു. ഇനി പുതിയൊരു പാർട്ടി ഉണ്ടാക്കും എന്നാണ് അവകാശപ്പെടുന്നത്. ഇത് എത്രാമത്തെ പാർട്ടിയാണ് അൻവർ ഉണ്ടാക്കുന്നത്, അൻവർ സഹകരിക്കുന്നത് എന്ന് അൻവറിന് പോലും നിശ്ചയമുണ്ടാവില്ല. അൻവർ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഗതികെട്ട അവസ്ഥയിലേക്ക് നീങ്ങപ്പെട്ടിരിക്കുന്നു എന്നതിന് തെളിവായി ഇത് മാറുന്നു. അൻവർ ജയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അഥവാ ജയിച്ചാൽ പോലും അൻവറിന് ഇപ്പോൾ ഒരു പാർട്ടിയില്ല. അൻവർ ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടി മുന്നണിയുടെ ഭാഗവുമല്ല. അതുകൊണ്ട് സാങ്കേതികമായി അൻവറിനെ മന്ത്രിയാക്കേണ്ട ഒരു ബാധ്യതയും ഇനി UDF ഉണ്ടാവില്ല ജയിച്ചാൽ പോലും. UDF സ്വതന്ത്രൻ എന്ന നിലയിലാണ് അൻവറെ മത്സരിപ്പിച്ചിരിക്കുന്നത്. സ്വതന്ത്രന്മാരെ മന്ത്രിയാക്കേണ്ട ബാധ്യത UDFനില്ല. UDF വൃത്തങ്ങൾ തീർത്തു പറയുന്നത് അൻവർ ജയിച്ചാലും മന്ത്രിയാവില്ലെന്നാണ്. എന്നാൽ അൻവർ ജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്നാണ് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. പറയുന്നതെല്ലാം പച്ചക്കള്ളവും ചെയ്യുന്നതെല്ലാം ക്രിമിനൽ പ്രവൃത്തിയുമായതുകൊണ്ട് തന്നെ അൻവറിനെ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അൻവർ മന്ത്രിസഭയിലെത്തിയാൽ മന്ത്രിസഭാ രഹസ്യങ്ങൾ പോലും റെക്കോർഡ് ചെയ്ത് ചോർത്തുമെന്ന് ആശങ്കപ്പെടുന്ന മുതിർന്ന നേതാക്കളുണ്ട്. ഇപ്പോഴിത് സ്വന്തം പാർട്ടിയും അൻവറെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അൻവർ ഒറ്റപ്പെട്ടിരിക്കുന്നു. അൻവറിന്റെ മുമ്പിൽ ഇനി വഴികളൊന്നുമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുക കൂടി ചെയ്താൽ അൻവറിനെ ആർക്കും വേണ്ടാതാവും. എടുക്കാച്ചരക്കായി അൻവറിന് രാഷ്ട്രീയ വനവാസത്തിന് പോവേണ്ടി വരും. VD സതീശനെയും രാഹുൽ ഗാന്ധിയും ഒക്കെ പച്ചയ്ക്ക് തെറിവിളിച്ച് ഒരു കാരണവശാലും അവരോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അൻവർ പറയുന്നത് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ ആശയത്തോടും ആദർശത്തോടും ചേർന്നെന്നാണ്. രാഹുൽ ഗാന്ധിയുടെ ആദർശത്തോട് ചേർന്ന് നിന്ന് പാർട്ടി ഉണ്ടാക്കിയാൽ മുന്നണിയിൽ കയറിപ്പറ്റാം എന്ന പ്രതീക്ഷയിലാണ് അൻവർ ഈ പണിക്കിറങ്ങിയത്. ചുരുക്കി പറഞ്ഞാൽ അൻവർ രാഷ്ട്രീയമായി അനാഥനായിരിക്കുന്നു. ജയിച്ചാലും തോറ്റാലും അൻവറിസം എന്ന ക്രിമിനൽ രാഷ്ട്രീയ ഗൂഢാലോചന സിദ്ധാന്തം അവസാനിക്കുകയാണ്. അൻവറിൻ്റെ ക്രിമിനൽ രാഷ്ട്രീയ ആശയം കേരളത്തെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല.
അൻവർ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും വേണ്ടാത്തവനായി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എടുത്തെറിയപ്പെടുന്ന ദിനത്തിന് ഇനി അധിക ദിവസങ്ങളില്ല.